നമസ്കാരം പ്രേക്ഷകരെ, ഞാൻ ബോണിയാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂയിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. വ്യത്യസ്തമാർന്ന വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ഷോ ആണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അത് കണക്ക് തന്നെ ഒരു വ്യത്യസ്തമാർന്ന വ്യക്തിത്വമാണ് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹം പാട്ട് എഴുത്തിലും പാട്ടിന് സംഗീതം നൽകുന്നതിലും വലിയ പ്രാവീണ്യം കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മേഖല അതൊന്നുമല്ല, പക്ഷേ സംഗീതത്തിൻ്റെ ലോകത്തേക്ക് പതുക്കെ കടന്നു വരികയായിരുന്നു. അതൊരു ഒരു സഞ്ചാരത്തിൻ്റെ, ജീവിത സഞ്ചാരത്തിൻ്റെ വഴിയിൽ പതുക്കെ പാട്ടിൻ്റെ വഴിയിലും സംഗീതത്തിൻ്റെ വഴിയിലോട്ടൊക്കെ കടന്നു വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇന്ദുശേഖർ MS എന്നാണ്. നമസ്കാരം സർ, സ്വാഗതം. അപ്പോൾ സാറിൻ്റെ മേഖല നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ സംസാരിച്ചു. ഇതൊന്നുമല്ല, അതെ, പക്ഷേ സംഗീതത്തിന്റെ വഴിയിലോട്ട് വന്നു. അപ്പം ഇപ്പോൾ ഒട്ടേറെ പാട്ടുകൾക്ക്, 25 പാട്ടുകൾക്ക് മറ്റോ സംഗീതം നൽകിയിട്ടുണ്ട്. അത് പാട്ടുകൾ എഴുതി, 4 പാട്ടുകൾ മറ്റോ എഴുതി, അത് കൂടാതെ തന്നെ പാടുകയും ചെയ്തു 2 അപ്പം മുഴുവൻ ഒരു സംഗീതജ്ഞനായിട്ട് മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഞാൻ സാറിന്റെ ജോലിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ സംഗീതത്തിന്റെ ലോകത്തൊന്നും ആദ്യം കടന്നിട്ട് അതൊക്കെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചോദിക്കാം, കുടുംബത്തെ കുറിച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ സംഗീതത്തിന്റെ പാതയിലോട്ട്? എൻ്റെ ഓർമ്മയിൽ വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത്, അതായത് നമ്മൾ ഒരു 3-4 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ റേഡിയോയിൽ കൂടെ നിരന്തരം കേൾക്കുന്ന പാട്ടുകൾ ഇങ്ങനെ മനസ്സിലങ്ങ് സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ കാലത്തൊക്കെ ആ കുട്ടിയായിട്ടിരിക്കാൻ തന്നെ പാടുമ്പോൾ പോലും ഈ നമ്മുടെ പാട്ടിൻ്റെ കൂട്ടത്തിൽ ഈ അതിൻ്റെ കൂടെയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി റീപ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അത് പണ്ട് മുതലുള്ള ഒരു ശീലമായിരുന്നു. മാത്രമല്ല, ബാത്റൂമിൽ കയറിയാലും പാട്ട് പാടലും അതിന്റെ കൂട്ടത്തിൽ വിത്ത് മ്യൂസിക്കാണ്. അതിന്റെ ഈ ഓർക്കസ്ട്ര പാട്ട് കൂടെ അതിന്റെ കൂടെ അങ്ങ് വരും. അത് എന്തോ അത് ഒരുമിച്ചങ്ങ് അതും കൂടെ വന്നാലേ ബാക്കി പാടാനൊരു തൃപ്തിയുള്ളു. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ഇരുന്നിട്ട് പിന്നീട് ഞാൻ തന്നെ ആ രീതിയിൽ ഇങ്ങനെ അങ്ങ് പോയി. പക്ഷെ ഒരു പ്രീ ഡിഗ്രി ഒക്കെ ആയപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലയാള സിനിമയുടെ ഈ 50 വർഷത്തിന്റെ എല്ലാം കൂടെ ചേർത്ത് കമ്പൈൽ ചെയ്തൊരു പുസ്തകം കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് വായിച്ചു. അങ്ങനെ വായിച്ചപ്പോൾ അതിനകത്തുള്ള സംഗീതത്തിന്റെ വിഭാഗത്തിൽ കൂടെ ഞാൻ ഇങ്ങനെ ഓടിച്ചു പോയപ്പം ഒരുപാട് സംഗീതജ്ഞനെ പറ്റി, അതായത് സംഗീത സംവിധായകരെ കുറിച്ചുള്ള ആ റെഫറൻസ് വളരെ കൗതുകത്തോടു കൂടി ഇങ്ങനെ വായിച്ചു പോയി. അങ്ങനെ വായിച്ചു പോയപ്പോൾ ഞാൻ ഒരു കാര്യം എൻ്റെ മനസ്സിലൊന്ന് തെളിഞ്ഞു വന്നു. കാരണം ഞാൻ സലിൽ ചൗധരി എന്ന് പറയുന്ന സംഗീത സംവിധായകന്റെ പോർഷൻ വായിച്ചപ്പോൾ പുള്ളി ചെയ്ത പാട്ടുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ എൻ്റെ മനസ്സിലെപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പം വേറെ സ്പാർക്കാണ് ഉണ്ടായത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ കുട്ടിയായിട്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലോട്ട് കയറിപ്പോയ പാട്ടുകൾ മൊത്തം ആ ലിസ്റ്റ് അവിടെ കിടക്കുക. ഈ സലിൽ ചൗധരിയുടെ പാട്ടുകളാണ്. അതൊരു തിരിച്ചറിവായിരുന്നു. അപ്പൊ ഒരു സംഗീത സംവിധായകന് ഇങ്ങനെ മനസ്സിലോട്ട് കയറാൻ പറ്റുന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. കാരണം ഇത് കേൾക്കുന്ന കാലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്നുള്ള തരത്തിലാണ് നമ്മളെ എന്തോ ആകർഷിച്ചാണല്ലോ നമ്മള്. അതായത് എനിക്കൊന്ന് സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നു, കുറെ സ്ഥിരം പാറ്റേണിലുള്ള ദക്ഷിണമൂർത്തി സ്വാമികളായാലും അങ്ങനെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സൗണ്ടുകളും മ്യൂസിക്കും ഒക്കെ കടന്നു വന്നപ്പം അതായിരിക്കും. ഞങ്ങളുടെ കാലഘട്ടത്തിൽ റഹ്മാൻ സൃഷ്ടിച്ച ഒരു തരംഗമുണ്ട്. തീർച്ചയായിട്ടും അത് അതേപോലെ പക്ഷേ ഇല്ല, ആ 2ാം ക്ലാസ്സിലും 3ലും 4ലും ഒക്കെ പഠിക്കുന്ന ആ കുട്ടിയുടെ മനസ്സിൽ ഞാൻ തന്നെ എന്നെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് പിടികിട്ടിയത് അതാണ്. ആ കുട്ടിയുടെ മൈൻഡിൽ പോയി പതിഞ്ഞത് ഈ പാട്ടുകളായിരുന്നു. ബാക്കി പാട്ടുകൾ ഇപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഒരു ടേപ്പ് റെക്കോർഡറിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇളവന്നൂർ മഠത്തിലെ ഇളക്കൂവിലെ, പിന്നീട് മറ്റു വേറെ അങ്ങനത്തെ ചില പാട്ടുകളൊക്കെ ദേവരായ മാസ്റ്ററുടെ ആണ്. പക്ഷെ ഈ ഒരു പാട്ടുകൾ പ്രത്യേക രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ടു. ഈ സലിൽ ചൗധരിയുടെ പറയുമ്പോൾ പലതും ഹിന്ദിയിലൊക്കെ ചെയ്ത ട്യൂണുകൾ സെയിം ഇങ്ങോട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ പല പാട്ടുകളും വേണ്ടി ചെയ്തത് അപ്പം ഈ പാട്ടുകൾ പിന്നീട് നമ്മൾ വേറെ ഏതെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ അതിനകത്തുള്ള അതിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു ഒളിച്ചു വെച്ച ഒരു സിഗ്നേച്ചർ എന്തോ ഇങ്ങനെ കത്താൻ തുടങ്ങി. അപ്പൊ എനിക്ക് സ്വയം തോന്നിയത് സലിൽ ചൗധരിയുടെ പാട്ടായിരിക്കും. പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കി ഇത് എനിക്ക് മാത്രമല്ല, പല സംഗീതം ഇഷ്ടപ്പെടുന്ന പലർക്കും സലിൽ ചൗധരിയുടെ പാട്ടുകൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് രവീന്ദ്ര മാസ്റ്ററെ ഇങ്ങനെ അറിയാൻ പറ്റും.
അപ്പം സലിൽദായുടെ ഇത് വളരെ പ്രത്യേകതയോടുകൂടി ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പം എന്തോ അത് എനിക്കും അത് ഒരു സന്തോഷം ഉണ്ടാക്കി. അത് മറ്റുള്ളവർക്കും അങ്ങനെ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുമ്പോൾ ആ സംഗീതജ്ഞന്റെ പ്രത്യേകതകൾ തന്നെയാണത്. അപ്പൊ ഈ ഒരു കാര്യം പിന്നീട് നമുക്ക് ഇപ്പൊ ഒരുപാട് അവസരങ്ങളുണ്ട്, നെറ്റിലായാലും ഒക്കെ അടിച്ചു നോക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ മാത്രം പ്രത്യേകം എടുത്ത് പരിശോധിക്കുക, അതിന്റെ പ്രത്യേകത എന്താണ്, ഈ ഉള്ളിലോട്ട് ഇത്രയ്ക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്യുക, അതെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ മനസ്സ് ഈ സലിൽ ചൗധരിയുടെ സംഗീതത്തിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് സാർ നോട്ട് ചെയ്തത്? അതിന്റെ ഓർക്കസ്ട്രേഷൻ ആണോ? തീർച്ചയായിട്ടും അതിന്റെ ഓർക്കസ്ട്രേഷൻ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം വെസ്റ്റേൺ റിതം വളരെ ഭംഗിയായിട്ട് നമ്മളുടെ ഇന്ത്യൻ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്നു. അപ്പം ആ കോഡ്സ് എന്നൊക്കെ പറയുന്ന വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ഹാർമണി ക്രിയേറ്റ് ചെയ്യുന്ന അതൊക്കെ വളരെ ഇന്റലിജന്റ് ആയിട്ട് ഇന്ത്യൻ മ്യൂസിക്കിലും ഹിന്ദി സിനിമാ ലോകത്തും ഒക്കെ അദ്ദേഹം ഒരുപാട് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മലയാളത്തിൽ വന്നതും. അപ്പൊ ആ ഒരു വ്യത്യസ്തത മലയാള സിനിമയിലെ ഗാനങ്ങൾക്കും അങ്ങ് കിട്ടി തുടങ്ങിയെന്നുള്ളതാണ്. അത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, നമ്മൾ എടുത്തു കണ്ടത് ഇപ്പം ഒരു ഓണം ഒക്കെ പൂവിളി പൊന്നോണമായി ആ പാട്ട് കേൾക്കാൻ തന്നെ ഒരു ഓണം തന്നെ ഉണ്ടാകുന്ന പ്രതീതി ഉണ്ടാകുന്നത്. അപ്പം മലയാളിയുടെ മനസ്സുകൂടെ അങ്ങ് എടുത്തുകൊണ്ട് പുള്ളി അത് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത്. ആ ഒരു സംസ്കാരത്തെയൊക്കെ അങ്ങ് ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള അതുവരെ കേൾക്കാൻ സംശീകരിക്കാൻ സാധിക്കുന്നു വിത്ത് ആഡഡ് കളേഴ്സ് അതുവരെ കേൾക്കാത്ത മ്യൂസിക് കൊണ്ടുപോകുന്നു. അതാണ് അന്നത്തെ കാലത്ത് ആ രീതിയിൽ ശ്രദ്ധിക്കുകയും പിന്നീട് ഇപ്പോഴും അത് അത്തരം ആ കൗതുകം നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. പുതിയൊരു പാട്ട്, ഇപ്പൊ പുതിയൊരു പാട്ടെന്നല്ല, നമ്മള് അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു കസിൻ കൊണ്ടുപോകുന്ന ഒരു സൈറ്റ് ഉണ്ട്, salilda.com. അതിനകത്ത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. എല്ലാ ഭാഷയിലും അദ്ദേഹം ചെയ്ത പാട്ടുകൾ, ഈവൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമായിട്ട് ഏതെങ്കിലും സിനിമയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഹിതമുള്ള ഒരു സൈറ്റ് ആണ്. അപ്പൊ അത് ഞാൻ ഇടയ്ക്ക് റെഫർ ചെയ്യുകയും ചില പാട്ടുകൾ ഇങ്ങനെ ഈ സലിൽ ചൗധരിയുടെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും സ്വാധീനിച്ച മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പകാലത്ത് പിന്നെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ രവീന്ദ്രൻ മാഷായിരുന്നു. തീർച്ചയായിട്ടും രവീന്ദ്രൻ മാഷാണ്. അതെ 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 തീർച്ചയായിട്ടും. അത് നമ്മളിലേക്ക് ആ ഒരു എന്താ പറയുന്ന ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീ ഡിഗ്രി 88 കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ മാസ്റ്ററുടെ ഒരു കാലഘട്ടം തന്നെ ആയിരുന്നു. വന്നപ്പോ വേറൊരു സ്റ്റൈല്. എനിക്ക് യേശുദാസ് പാട്ട് നിർത്തിയൊക്കെ പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഇസൈനസ് അബ്ദുള്ള വാരികയും പിന്നെയും പുള്ളി വീണ്ടും തിരിച്ച് വരികയും യേശുദാസ് എന്ന ഗായകനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് കാണിച്ചു വടക്കുനാഥൻ അവസാനം വടക്കുനാഥൻ വരെ ഒരു രക്ഷയില്ല. അപ്പൊ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് നമ്മള് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെയാണ് 7 സ്വരങ്ങളും തഴുകി ഇതൊക്കെ. അപ്പം പോലെ രവീന്ദ്രൻ മാസ്റ്റർ സുഗമോദേവി നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വാക്കുകൾ കൊണ്ട് ഒരു മാന്ത്രികത സൃഷ്ടിച്ചാണ് സുഗമോദേവി. എനിക്ക് തോന്നുന്നു സലിൽദായ നമ്മൾ ആ വളരെ കുട്ടിക്കാലത്ത് എങ്ങനെ മനസ്സ് സ്വാംശീകരിക്കാൻ തുടങ്ങി എന്നതുപോലെ പിൽക്കാലത്ത് രവീന്ദ്രൻ മാസ്റ്റർ ഇങ്ങനെ റിസീവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് തീർച്ചയായിട്ടും രവീന്ദ്രൻ മാഷിനോട് യോജിപ്പില്ലാത്ത ചില അഭിപ്രായങ്ങളൊക്കെ കേട്ടല്ലോ, പാട്ടുകാരൻ ജയചന്ദ്രൻ. അതിനെ കുറിച്ചൊക്കെ എന്താ? വ്യക്തിഗതമായിട്ട് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തെ അതല്ല കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. കാരണം ആ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ സാധ്യതകൾ പരമാവധി സിനിമ മ്യൂസിക്കിലോട്ട് ഉപയോഗിച്ച വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കാം. സ്വരങ്ങളൊക്കെ പക്ഷെ അത് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ അളക്കേണ്ടത് എത്രമാത്രം പ്രേക്ഷകർ അതിനെ റിസീവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു, അതായത് ഈ ഗായകർക്ക് ഒരു ചലഞ്ച് ആയിരുന്നു അല്ലെ, കോമ്പോസിഷൻ ഒക്കെ ഒരു ചലഞ്ച്. യേശുദാസിനെയൊക്കെ മാക്സിമം അതിന്റെ കഴിവൊക്കെ ഉപയോഗിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ അത് വ്യക്തിഗതമായിട്ട് അദ്ദേഹത്തിന് ഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളും അത് നമ്മൾ നോട്ട് ചെയ്യണം. മാത്രമല്ല രവീന്ദ്രൻ മാസ്റ്റർ ഒരു കാലത്ത് എനിക്കൊന്ന് പശ്ചാത്തല സംഗീതത്തിൽ വരെ വലിയ ഒരു സ്ഥാനം കൈയടക്കിയിരുന്നു. പിന്നീട് ജോൺസൺ മാസ്റ്ററും അതേപോലെ തന്നെ പശ്ചാത്തല സംഗീതവും. ജോൺസൺ മാസ്റ്റർ കൂടുതൽ പശ്ചാത്തലം ഭയങ്കര ഹോണ്ടിങ് ആണ് അദ്ദേഹത്തിന്റെ. അതേപോലെ തന്നെ അല്ലാത്ത മെലഡിയൊക്കെ ജോൺസൺ മാസ്റ്ററും. എനിക്ക് തോന്നുന്നു ആ പറഞ്ഞ ലിസ്റ്റില് സലിൽദാ ഇപ്പൊ ബോണി എന്റെ അടുത്ത് ചോദിച്ചു പിന്നീട് ആരായിരുന്നു, രവീന്ദ്രൻ മാസ്റ്റർ പോലെ തന്നെ അടുത്തതായിട്ട് ജോൺസൺ മാസ്റ്ററേയും വെക്കേണ്ടി വരും. പിന്നെ വരുന്ന SP വെങ്കടേഷ് വരുന്നുണ്ട്. SP വെങ്കടേഷിന്റെ സംഗീതത്തിന്റെ ഒരു എനിക്കൊന്ന് ഈ ദാദയുടെ കാര്യം പറഞ്ഞ കണക്ക് നമുക്ക് SP വെങ്കടേഷിന്റെ പാട്ട് കേൾക്കുമ്പോൾ അറിയത് SP ആണെന്ന്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ശ്യാം എന്ന് പറയുന്ന സംഗീതം ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം
നാടോടിക്കാറ്റൊക്കെ ചെയ്ത് നാടോടിക്കാറ്റ് ചെയ്ത് അങ്ങനെ വേറൊരു കണക്ഷനും കൂടെ ഉണ്ട്. സലിൽദായുടെ മ്യൂസിക് ടീമിനകത്ത് ഗിറ്റാറിസ്റ്റ് മറ്റോ ആയിരുന്നു ശ്യാം സാർ. അപ്പൊ അതിന്റെ ഒരു സ്വാധീനം അദ്ദേഹത്തിന്റെ ചില പാട്ടുകൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ സാറിന്റെ സംഗീത വഴിയിലോട്ട് വരണമല്ലോ. നമ്മള് എനിക്ക് തോന്നുന്നു ഡൈവേർട്ടായി നമ്മൾ മ്യൂസിക് ഡയറക്ടേഴ്സിലോട്ടൊക്കെ ഒതുക്കി. അപ്പൊ സാറിന്റെ സംഗീത വഴി എവിടെയാണ് ആരംഭിച്ചത്? ആ ഒരു തുടക്കം, ആദ്യത്തെ കാൽവെപ്പ് എന്തായിരുന്നു? തീർച്ചയായിട്ടും. അപ്പൊ അതെനിക്ക് തോന്നുന്നത് ഇല്ല, നേരത്തെ പറഞ്ഞ സലിൽദായുടെ ഈ പാട്ടുകൾ മനസ്സിൽ കയറി തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ആ സംഗീതത്തിനോടുള്ള ഒരു അഭിരുചി കൂട്ടിയെടുത്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് അപ്പം അന്ന് മുതലൊക്കെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ കീബോർഡ്. പണ്ടൊരു എക്സിബിഷൻ നമ്മുടെ കൊല്ലത്ത് നടന്ന കാലത്ത്, അത് 81 മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരാൾ കീബോർഡ് ഇങ്ങനെ ഒരു സ്റ്റാളിൽ തന്നെ കീബോർഡ് നമ്മൾ പറയുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ വായിച്ചു തരുന്നത്. ഞാനിങ്ങനെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മൾ ഈ പാട്ടുകൾ അങ്ങോട്ട് പറഞ്ഞും കൊടുക്കും, പുള്ളി അത് വായിച്ചത്. അപ്പോൾ എനിക്കൊരു വലിയൊരു താല്പര്യമായിട്ട് ഇങ്ങനെ കിടക്കുക. പക്ഷെ അത് ഞാൻ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രോഗ്രാമറായിട്ട്, ഒരു പീരുമേടായിരുന്നു IHRDയുടെ കോളേജിൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിരുന്നു. പീരുമേട് ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടുന്ന് ട്രാൻസ്ഫറായി ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഒരു കീബോർഡ് പഠിത്തത്തിന് അവിടെ പോയിരുന്നു. അതിനടുത്ത് ഒരു വെസ്റ്റേൺ ശൈലിയിലാണ്. പക്ഷെ ഒരു മാസം കഷ്ടി പോയപ്പോൾ തന്നെ എനിക്ക് മറ്റൊരു ജോലി കിട്ടി. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപനമാണ്. അവിടെ ജോലി കിട്ടി ഡൽഹിയിലോട്ട് അങ്ങ് പോകുമായിരുന്നു. അപ്പൊ ഈ കീബോർഡ് അങ്ങ് മാറ്റി അങ്ങ് വെച്ച് ഒരു 7 വർഷം ഡൽഹിയിലായിരുന്നു. ആ കാലത്ത് അങ്ങ് ഞാൻ ഇപ്പൊ ആലോചിക്കാറുണ്ട്, ഒരുപക്ഷെ സംഗീതത്തിന്റെ ആ ഒരു താല്പര്യമൊക്കെ മനസ്സിലുണ്ടായിരുന്നത് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു സമയം കൂടെ ആയിരുന്നു. പക്ഷെ അത് അന്ന് എന്തോ മെനക്കെട്ടില്ല, ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. എന്നിട്ട് അവിടുന്ന് ട്രാൻസ്ഫർ ആയി 2004 ട്രിവാൻഡ്രം NICയിൽ വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ, ഞങ്ങളുടെ വെള്ളയമ്പലത്താണ് ഓഫീസ്, അതിന്റെ തൊട്ട് പുറകിൽ ഒരു നാദബ്രഹ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഈ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ ഉച്ചയ്ക്കുള്ള ഒരു സ്ലോട്ട് എടുത്തുകൊണ്ട് ഭക്ഷണമല്ല, ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അവിടെ പോയി കീബോർഡ് പഠിക്കാന്നുള്ളത്. അത് വലിയ രീതിയിൽ അങ്ങ് ഒത്തിരി പഠിച്ചതൊന്നുമില്ല. കുറച്ച് ഒന്ന് പോയപ്പോൾ തന്നെ ഈ പാട്ടുകളെ ഒന്ന് ഫോളോ ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഒരു സംഗീതത്തിനകത്ത് ഈ നോട്ട്സ് ഏത് രീതിയിലൊക്കെ പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ സപ്തസ്വരങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും 12 സ്വരങ്ങളുണ്ട്. ഹാഫ് നോട്ടുകളും കൂടെ ഒക്കെ ചേർത്ത് അതിനെ രാഗമായിട്ട് എങ്ങനെ ക്രോഡീകരിച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് വിക്കിപീഡിയയിൽ ഒരിക്കൽ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിലെ 72 മേളകർത്ത രാഗങ്ങളെയും നല്ല കോംപ്രിഹെൻസീവായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളുണ്ട്. ഈവൻ നോട്ട്സ് എല്ലാം കറക്റ്റായിട്ട് കാണാൻ. ഞാനപ്പോൾ ഈ ക്ലാസ്സിന് പോകുമ്പം ഇത് കൂടെ റെഫർ ചെയ്യാനും അത് ഫോളോ ചെയ്തുകൊണ്ടൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നടത്തി നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ആ അരമണിക്കൂറിനുള്ളിൽ അത് പറ്റാത്തത് കൊണ്ട് ഒരിക്കൽ ഭീമാപ്പള്ളിയിൽ വേറൊരു കാര്യത്തിന് അനിയനുമായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു കീബോർഡ് കണ്ടിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ വീട്ടിൽ വന്നിരുന്ന ഈ പരീക്ഷണങ്ങൾ, ഈ നോട്ട്സിൽ കൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഏത് ഗാനവും നമ്മളുടെ ഈ ഒരു 7+5 12 സ്വരങ്ങൾ, ഈ സഞ്ചരിക്കാവുന്ന സ്വരങ്ങളിലുണ്ട്. അങ്ങനെ അതിനകത്തൂടെയുള്ള പിന്നീടുള്ള പരീക്ഷണം. അപ്പം ഞാൻ പിന്നെ രാഗങ്ങൾ എടുത്തു വെക്കാൻ തുടങ്ങി. മറ്റ് ഒരു ഹിന്ദോള രാഗം എന്തോ ഞാൻ ഇങ്ങനെ ഇത്തരം ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഹിന്ദോളത്തിലുണ്ട്, ഒരുപാടുണ്ടല്ലോ. അപ്പൊ ഈ ഹിന്ദോളം ഒന്ന് എടുത്തു വെച്ചിട്ട് ഞാൻ ഒരിക്കൽ കീബോർഡിനകത്ത് ഒരു റിതം ഇട്ടിട്ട് ഒന്ന് റാൻഡമായിട്ട് നമ്മുടെ ഫിംഗേഴ്സും മനസ്സും കൂടെ ഒക്കെ ചേർത്തൊന്ന് സിങ്ക് ചെയ്ത് പോയപ്പോ പുതിയൊരു ട്യൂൺ ഉണ്ടായതുപോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കുട്ടികളെയൊക്കെ ഒന്ന് കേൾപ്പിച്ചാൽ അവർക്കും കേട്ടപ്പോ അതിനകത്തൊരു രസം അവർക്കും തോന്നി. അങ്ങനെ വന്നപ്പോ അത് ഒരു നിമിത്തമായിരുന്നു. അപ്പൊ ഇത് ഹിന്ദോള രാഗമായതുകൊണ്ടും ചന്ദന മണിവാതിൽ പാതിചാരി എന്നുള്ള പാട്ട് മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട ജി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ഒരു ഹിന്ദോള രാഗത്തിലെ പാട്ടാണ്. അപ്പൊ അത് വെച്ച് ഞാനൊരു തമാശ വരെ വീട്ടിലപ്പോ പറഞ്ഞു, ഇത് എന്തെങ്കിലും ഞാനൊരു പാട്ടാക്കുവാണെങ്കിൽ ഇത് ജി വേണുഗോപാൽ പാടും. തമാശ ഒരു നമുക്ക് തന്നെ അറിയാം അത് നടക്കാൻ പോകുന്നില്ല, പക്ഷെ എങ്കിലും അതൊരു തമാശ പോലെ അങ്ങ് പറഞ്ഞു. പക്ഷെ അത് സംഭവിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഒരു രസകരമായ കാര്യം. ഈ പാറ്റേൺ ഞാനപ്പോൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യും, വീണ്ടും എനിക്ക് അത് തെറ്റാതെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇത് അതുകൊണ്ട് തന്നെ അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാകാം മനസ്സിലാ ഇത് ട്യൂൺ പതിഞ്ഞതിനൊപ്പം തന്നെ കുറച്ച് വരികൾ കൂടി. അപ്പൊ അത് വീട്ടിനടുത്തുള്ള തുമ്പ്രദേവി ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വരികൾ എന്തോ അതിന് കയറി വന്ന്
അത് പിന്നീട് ഈ ബസ്സിലെ സഞ്ചാരങ്ങളും ട്രിവാൻഡ്രത്ത് പോകുമ്പോഴൊക്കെ ഇത് ഒരു ഗാനത്തിന്റെ രൂപത്തിൽ 4 4 8 4 12 വരികൾ അങ്ങ് എഴുതി പൂർത്തിയാക്കി. ആ വരികൾക്കെല്ലാം ഉള്ള മ്യൂസിക് പിന്നെ മ്യൂസിക് റെഡിയാണ്. ശരിക്കും 2 സെറ്റ് പാറ്റേൺ മതിയല്ലോ. നമ്മൾ ആ ഒരു പല്ലവി എന്ന് പറയുന്ന പോർഷൻ ഒരു സെറ്റ്, പിന്നീട് അതിന്റെ അനുപല്ലവിയും ചരണവും ഒരേ ട്യൂൺ ആയത് കാരണം ആ ഒരു മീറ്ററിൽ അത് എഴുതി പൂർത്തിയാക്കി. അപ്പം ഞാൻ വിചാരിച്ചത് അടുത്ത ലെവലിലോട്ട് ഇതിനെ എത്തിക്കണം. മറ്റൊരു സുഹൃത്ത് വഴി എനിക്ക് അജയൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്, ചാത്തന്നെ നമ്മുടെ ഇവിടുത്തെ കൊല്ലത്തെ പല വേദികളിലും കീബോർഡ് വായിക്കാൻ ഓർക്കസ്ട്രയോട് കൂടി വരുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കാര്യം പറയും. പുള്ളിയുടെ വീട്ടിൽ പോയി 3-4 ദിവസമായിട്ടിരുന്ന് ഞങ്ങളിത് ഇതിന്റെ ഓർക്കസ്ട്ര കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ തന്നെ പാടി വെച്ച ആ വോയിസിൽ ഇതിന്റെ ഓർക്കസ്ട്രയോടുകൂടിയുള്ള ഒരു ഗാനമായപ്പോ തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു എനിക്ക്. ഒരു പാട്ട് ആ രീതിയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം. അപ്പൊ അത്രയായപ്പോ പിന്നെ അത് അടുത്ത ലെവലിലോട്ട് പോവാം. ജി വേണുഗോപാലിന്റെ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുന്നു. അദ്ദേഹം ഒന്ന് പാടി കേൾപ്പിക്കാമെന്ന് ചോദിച്ചു ഫോണിൽ കൂടെ. ഞാൻ പറഞ്ഞു അതങ്ങ് അയച്ചു തരാം, അങ്ങനെ ഞാൻ റോഡിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇമെയിൽ ചോദിച്ചു, അയച്ചു തന്നു. അതിനകത്തോട്ട് ഞാനിത് മൊത്തത്തിൽ അയച്ചു കൊടുത്തു. പുള്ളിക്ക് ഇഷ്ടമായി. റെക്കോർഡിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, സ്റ്റുഡിയോയിൽ കോണ്ടാക്ട് ചെയ്യുന്നു. ആ ദിവസം അതിന്റെ തലേന്ന് പോയി നേരിട്ട് അവിടെ വെച്ച് തന്നെ ഒന്ന് പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നെക്സ്റ്റ് ഡേ പോയി റെക്കോർഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അത് പിന്നീട് എൻ്റെ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്തു. തുമ്പറ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ തുമ്പറ ക്ഷേത്രത്തിൽ ഈ പാട്ട് കേൾക്കാൻ പറ്റിയ തരത്തിലോട്ട് ഇത് അത്രയ്ക്ക് എത്തി. അതൊരു വല്ലാത്ത അനുഭവമാണ്. സന്തോഷമാണ്. തീർച്ചയായിട്ടും നിർവൃതി എന്നൊക്കെ പറയാം ജീവിതത്തിന്റെ ഒരു അർത്ഥം. സത്യം, അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ തമാശക്ക് പറഞ്ഞ ഒരു കാര്യം പോലും അതിനകത്ത്. അപ്പൊ അതിനകത്തൊരു ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്ന സംഭവം അവിടെ നടന്നു. അപ്പൊ അങ്ങനെ അനേകം ആൽബങ്ങൾ അല്ലെ അങ്ങനെ പടിപടിയായിട്ട് വന്നു. അപ്പോൾ ഒട്ടേറെ ഗായകരുമായിട്ടൊക്കെ അല്ലെ അടുത്ത് ഇടപഴകാനും അല്ലെ അവരെ കൊണ്ട് പാടിപ്പിക്കാനും അത് ഓരോ സഹകരണവും അല്ലെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും. അപ്പം വേണുഗോപാൽ എന്ന് പറയുന്ന മലയാളം ഇഷ്ടപ്പെടുന്ന ആ ഗായകനെ കൊണ്ട് പാടിപ്പിക്കാൻ കഴിഞ്ഞപ്പോ അതൊരു കോൺഫിഡൻസ് തന്നെയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഇനി ഒരാളിനെ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു അങ്കലാപ്പ് തോന്നിയില്ലേ? ഒരു വലിയ ഗായകൻ, ഒട്ടേറെ വലിയ ഹിറ്റുകൾ സമ്മാനിച്ച ഗായകൻ, അതായത് മുമ്പിൽ വന്നിരിക്കുന്ന അപ്പൊ ഈ പാട്ട് പഠിപ്പിക്കണം അല്ലെ, പറഞ്ഞു കൊടുക്കണം, അതെന്താ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള. അപ്പൊ അതൊക്കെ അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? അവരൊക്കെ എങ്ങനെയായിരുന്നു അക്സെപ്റ്റ് ചെയ്തോ? അല്ലെങ്കിൽ അവർക്ക് ഒരു എന്താ പറയാ ഒരു ഇയാളെങ്ങനെ എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ള ആ ഒരു പേടിയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിലും എന്തോ നമ്മൾക്ക് എന്താണ് വേണ്ടത്, അദ്ദേഹത്തിൽ നിന്ന് പാടിയെടുക്കേണ്ടത് എന്താണെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടും ഒരു വ്യക്തി എന്നുള്ള ഇതിൽ ജി വേണുഗോപാൽ ഒരു പ്രത്യേക ഒരു റേഡിയേഷൻ പവർ തന്നെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പേടി അങ്ങ് മാറി. അദ്ദേഹമായിട്ടുള്ള അതിനെ 2 ദിവസം മുൻപ് സംസാരിച്ചതിൽ നിന്നുമൊക്കെ ഉണ്ടാക്കിയ ആ ഒരു ബന്ധം കൊണ്ട് ആ സ്റ്റുഡിയോ സെഷൻ നടക്കുമ്പം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയേണ്ടി വരും. അദ്ദേഹം എല്ലാം പാടിക്കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഒരു പോർഷനിൽ ഞാനിങ്ങനെ പറഞ്ഞു വേണം കേട്ടോ, ഇത് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു നല്ലതായിരുന്നു പറഞ്ഞപ്പം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ലിറിക്സിന്റെ ഷീറ്റ് എടുത്തുകൊണ്ട് ആ റെക്കോർഡിംഗ് റൂമിലോട്ട് വോയിസ് ബൂത്തിലോട്ട് പുള്ളി വീണ്ടും പോകുന്ന കാഴ്ച. അപ്പൊ അത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറഞ്ഞ ആ സമയത്തൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഈ ഗായകൻ, നമുക്കെല്ലാം അറിയാവുന്ന ഈ ഗായകൻ, അത് കേട്ടോണ്ടേ അതിനകത്ത് ഈ നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന തരത്തിലുള്ള ഈഗോയോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ അകത്തോട്ട് പോവുകയാണ്. എന്നിട്ട് എനിക്ക് വേണ്ട രീതി തന്നെ അത് ചെറിയൊരു ഇത് രണ്ടാമത് നമ്മൾ മൊത്തത്തിൽ കേട്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കറക്ഷൻ ഞാൻ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞാണ്. പക്ഷെ അത് പാടി തന്നുകൊണ്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തു തന്നു. ആ വ്യക്തിബന്ധം ഇപ്പോഴും ഉണ്ട്, ഇടയ്ക്ക് വല്ലപ്പോഴും വിളിക്കാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ മറ്റു ഗായകരെ കുറിച്ചൊന്ന് പറയാം. മധു ബാലകൃഷ്ണൻ അല്ലെ, അത് ഏറ്റവും അവസാനം മധു ബാലകൃഷ്ണൻ. അതിന് മുമ്പും പല സുദീപ് അല്ലെ, അതിന് മുമ്പ് ഒരുപാട് പേര് പാടിയുണ്ട്. രണ്ടാമത്തെ പാട്ട് പിന്നീട് വിധു പ്രതാപിനെ കൊണ്ടാണ്. അപ്പം എന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന രമേശ് കുടമാളൂർ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്തേ. പുള്ളിക്കാരൻ ഞാൻ ഇങ്ങനെ ആദ്യത്തെ പാട്ട് ചെയ്ത് അറിഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഞാൻ എഴുതുന്നു.
അപ്പം ഞാൻ ആ കാലത്ത് തന്നെ ഹംസധ്വനിയിൽ ഒരു ട്യൂൺ മാത്രമായിട്ട് കമ്പോസ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ തന്നെ അതിന്റെ ഒരു ലിറിക്സ് എഴുതാൻ ഒരു ശ്രമം നടത്തിയിട്ട് എനിക്ക് തന്നെ ഒരു തൃപ്തിയാതെ മാറ്റി വെച്ചിരിക്കുക. അപ്പം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ട്യൂൺ അങ്ങ് അയച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് അതേ മീറ്ററിലുള്ള വളരെ നല്ല രസകരമായ ഒരു പ്രണയഗാനം എഴുതി തരിക. മഴയിൽ കുതിർന്നുവോ പുതുമഞ്ഞിൽ കുളിർന്നുവോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ചർച്ചകളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. അതിന്റെ ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്ന സി തങ്കരാജ്, നമ്മുടെ മലയാള സിനിമയിൽ ദേവരായൻ മാസ്റ്റർ തൊട്ട് എം ജയചന്ദ്രൻ വരെയുള്ളവർക്ക് കീബോർഡ് വായിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഒരു അതുല്യ കലാകാരനാണ്. പുള്ളിയെ കൊണ്ട് നമ്മളെ തീരുമാനങ്ങൾ അങ്ങ് എടുക്കുവാണ്, അദ്ദേഹത്തിനെ വെച്ച് ഇത് ചെയ്യിപ്പിക്കാൻ. അതിന്റെ ഓർക്കസ്ട്രേഷൻ വിളിക്കുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കാണുന്നു, ഈ പാട്ട് കേട്ടപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നു. പുള്ളി ഞങ്ങൾ ഒരുമിച്ച് പല സെഷനായിട്ട് ഇരുന്നിട്ട്, അദ്ദേഹം ശരിക്കും പറഞ്ഞ ബ്രഹ്മാനന്ദൻ എന്ന് പറയുന്ന ഗായകന്റെ ഒരു വളരെ ക്ലോസ് റിലേറ്റീവ് ആണ്. അപ്പൊ അദ്ദേഹമായിട്ടുള്ള ആ ഒരു സംസർഗത്തിൽ കൂടെ നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് കഥകളും സലിച്ചതിനെ കുറിച്ച് പോലും ഒക്കെ അദ്ദേഹം എത്ര രസകരമായിട്ട് പറഞ്ഞതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അദ്ദേഹമായിട്ട് ഇരുന്നിട്ട് ഈ പാട്ട് പൂർത്തിയാകുന്നു. പുള്ളിയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്, ഇത് വിധു പ്രതാപ് പാടിയത് നന്നായിരുന്നു. വിധു പ്രതാപിനെ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം ഡേറ്റ് തന്നു, ട്രിവാൻഡ്രത്ത് ഒരു സ്റ്റുഡിയോയിൽ വന്ന് പാടുന്നു. വളരെ അതൊക്കെ ഒരു ജീവേണുഗോപാൽ കഴിഞ്ഞപ്പോൾ അടുത്ത എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം വിധു പ്രതാപ് എന്ന് പറയുന്ന ആ ഗായകന്റെ ആ കഴിവുകൾ, ഈ ഗായകരുടെയൊക്കെ കഴിവുകൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ശരിക്കും എനിക്ക് ഒരു വല്ലാത്ത തൃപ്തിയാണ് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ മനസ്സിൽ ആ കണ്ട ട്യൂണിന്റെ ആ റെൻഡറിങ് അവർ ഇംപ്രൂവൈസ് ചെയ്ത് തരുമ്പം നമ്മൾ അതുവരെ നമ്മൾ തന്നെ പാടുമ്പോൾ നമുക്ക് ഒരു തലത്തിലുള്ള തൃപ്തിയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തെ ലെവലിലോട്ട് ആ തൃപ്തി കിട്ടുന്ന തരത്തിൽ ഇവരുടെ റെൻഡറിങ് അതൊരു രസകരമായ ഒരു അനുഭൂതിയായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ പാട്ട് പ്ലാൻ ചെയ്ത് തന്നെ അതിന്റെ ഒരു 3 വെർഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. വിധു പ്രതാപനെ വെച്ച് അതിന്റെ മെയിൽ വെർഷൻ, രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു സിംഗറുണ്ട്, രാജലക്ഷ്മി വെച്ചുകൊണ്ട് അതിന്റെ ഒരു പൂർണ്ണമായ ഫീമെയിൽ വെർഷൻ. ഇത് രണ്ടും കൂടെ കമ്പ്യൂട്ടറിൽ വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡ്യുവറ്റ്, അതങ്ങനെ 3 വെർഷൻ അതിന്റെ ശരിയാക്കിയത്. അപ്പൊ ചെറിയ രാജലക്ഷ്മി പാടിയപ്പോ ലിറിക്സിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തി, അതൊരു പ്യുവർ ഫീമെയിൽ വെർഷൻ. അപ്പൊ അങ്ങനെ അതൊരു പരീക്ഷണം, ആ തുടക്കകാലത്ത് നമ്മൾ അത് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെ ഒന്ന് ചെയ്തു. അങ്ങനെ അതായിരുന്നു 2ാമത്തെ പാട്ടിന്റെ അനുഭവം. പിന്നെ അടുത്ത പടിപടി ഒത്തിരി ഗായകർ വന്നു. പിന്നെ പടിപടിയായിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നുള്ള ഒരു ഈ പറഞ്ഞ ഗാനമേഖലയിൽ എഴുത്ത് പുള്ളി നോക്കിയില്ലേ, എഴുത്ത് പിന്നെ പുള്ളിക്ക് അങ്ങ് വിട്ടു. അതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു സാഹിത്യ ഭംഗിയൊക്കെ കൂടുതൽ തീർച്ചയായിട്ടും. കാരണം പുള്ളിയുടെ കാവ്യഭംഗി വന്നു. പുള്ളി ഒരു കവി തന്നെയാണ്. ഒരുപാട് മോഡേൺ രീതിയിലുള്ള ആധുനിക കവികളുടെ പോലെ എഴുതാറുണ്ട്. പക്ഷെ ഒരു ഗാനത്തിന്റെ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് അതങ്ങ് മാറ്റി വെച്ചിട്ട് സിമ്പിൾ ലൈനുകളിലേക്ക് കൂടെ ഗഹനമായ ചിന്ത തരുന്ന തരത്തിലുള്ള തരത്തിൽ അല്ലാതെ മാറി. അപ്പൊ എനിക്ക് തന്നെ മനസ്സിലായി, എഴുത്തിന്റെ കാര്യത്തിൽ എന്നേക്കാൾ നല്ല റിസൾട്ട് ആണ് എനിക്ക് ആ മേഖലയിലോട്ട് കൈ കടത്തേണ്ടത്. പിന്നെ അല്ല, ഇത് പറഞ്ഞു വരുമ്പം ഇടയ്ക്ക് 3 പാട്ട് പാടുകയും ചെയ്തു. അതെങ്ങനെ? അത് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓണപ്പാട്ട് ഇതേപോലെ ചെയ്തപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊരു ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിംഗറിലോട്ട് പോകാനുള്ള ഒരു സമയക്കുറവ്. അപ്പം കൊല്ലത്ത് തന്നെയുള്ള ഒരു എഴുത്ത് പാട്ടുകൾ എഴുതുന്ന ഒരു സുഹൃത്ത് ബെൻസിലാൽ എന്ന് പറയും, അദ്ദേഹം ഇങ്ങനെ എനിക്ക് അയച്ചു തന്നെയാണ്. എനിക്ക് അത് നല്ല രസകരമായിട്ട് തോന്നി ആ പാട്ട്. ഒരു ഓണപ്പാട്ട് എന്നുള്ള ഇതിൽ പെട്ടെന്ന് കമ്പോസ് ചെയ്ത്, അപ്പം ആദ്യം ഏത് പാട്ടായാലും ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പിനകത്ത് ഞാൻ അതിനെ ഒന്ന് മെനുക്കിയിടുന്നു. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ചെയ്ത് പിന്നെ ഒരു മെയിൻ പാട്ടാക്കി കൊണ്ടുപോകത്തക്ക വണ്ണമുള്ള ഒരു സാവകാശം കിട്ടാതെ വന്നപ്പം ഇത് അങ്ങനെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങ് റിലീസ് ചെയ്തു. അതാണ് അങ്ങനെ ഉണ്ടായത്. അപ്പൊ അദ്ദേഹമായിട്ട് അങ്ങനെ 2 പാട്ടുകൾ ചെയ്തായിരുന്നു. ഒരു വിഷുവിന്റെ പാട്ട് ഇതേപോലെ ഞാൻ തന്നെ പാടി. ഈ ഇതിനകത്ത് ഒരു വല്ലാത്തൊരു സാമ്പത്തികം ആവശ്യമായിട്ട് വരുമല്ലേ? ഇതിൽ നിന്ന് ഈ നമ്മളിങ്ങനെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് പാഷൻ പോലെ. അങ്ങനെ നോക്കുവാണെങ്കിൽ ലാഭം എന്നുള്ള വാക്ക് ഇല്ല, അതാണ് ചോദിച്ചത്. ഒരു പാഷനായിട്ട് നഷ്ടം എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. നമ്മൾ കിട്ടുന്ന നമുക്ക് അനുഭവിക്കുന്ന അനുഭൂതി, ചാരിതാർത്ഥ്യം. തീർച്ചയായിട്ടും. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ 2 പേരും ഇവിടെ ചേർന്ന് സൃഷ്ടിക്കുമ്പോൾ ആ അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു കോസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഞാനും രമേശും കൂടെ ചേർന്ന് മുന്നോട്ട് പോയപ്പോൾ കിട്ടിയ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആ കാര്യത്തിൽ.
അതാണ് പാട്ടിന്റെ അല്ലെ സംഗീത ലോകത്തെ വിശേഷങ്ങൾ സാറിന്റെ. പക്ഷെ എനിക്ക് സാറിനെ അറിയാവുന്നത്, അപ്പൊ ആ കഥയും കൂടെ ഒന്ന് പറയണമല്ലോ. സാർ എന്റെ ഗുരുവാണ്. ഞാൻ പ്രീ ഡിഗ്രി കാലഘട്ടത്തില് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തില്, സ്ഥാപനം എന്ന് വെച്ചാൽ എന്റെ ഫാദറിന്റെ അനിയന്റെ സ്ഥാപനമാണ്. അപ്പൊ ഞാൻ രാവിലെ 7 മണിക്ക് ഒന്ന് തുടങ്ങും ക്ലാസ്. 7 മണിക്ക് ഒന്ന് കമ്പ്യൂട്ടർ, അന്ന് സാർ അവിടുത്തെ ഗുരുവാണ്, ഞങ്ങളുടെയൊക്കെ കമ്പ്യൂട്ടർ അധ്യാപകനാണ്. അത് കഴിഞ്ഞ് സാറ് എവിടെ പോയി? അത് കഴിഞ്ഞിട്ട് ERNDC എന്ന് പറയുന്ന സാധനം, ഇപ്പൊ അത് സീഡാക്ക് എന്നാണ് അറിയപ്പെടുന്നത് ട്രിവാൻഡ്രത്ത്. അപ്പൊ ഞാൻ എന്റെ കോഴ്സ് എല്ലാം PGDC എന്ന് പറയുന്ന LBSന്റെ കോഴ്സ് TK കോളേജിലായിരുന്നു. അത് കംപ്ലീറ്റ് ആയ സമയത്ത്, അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ അധ്യാപക പരിവേഷത്തിൽ ഇറങ്ങിയത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ സീഡാക്ക്, ഇപ്പോഴത്തെ സീഡാക്ക് അന്നത്തെ ERNDCയിൽ പോയിട്ട് അവിടെ 1 വർഷത്തോളം ഉണ്ടായിരുന്നു, ഒരു ട്രെയിനി ആയിട്ടായിരുന്നു. അപ്പൊ ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ദൂരദർശൻ കേന്ദ്രത്തിൽ നമ്മുടെ ഒരു ഗ്രാഫിക് സിസ്റ്റത്തിന്റെ ഇൻസ്റ്റലേഷനുമായിട്ട് കൽക്കട്ട ദൂരദർശന് പോയി. അവിടുത്തെ ഒരു നമ്മുടെ വിഷുവിന് തുല്യമായിട്ട് അവിടെ ബംഗാളി നവവർഷം, അപ്പൊ അതിന് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ബംഗാളിയിൽ തന്നെ ചെയ്തു കൊടുക്കുകയും. അത് ശ്രദ്ധിക്കണം, ആ പറഞ്ഞത് ബംഗാൾ ടൈപ്പ് ചെയ്തു. അതെ, ബംഗാൾ ഭാഷയിൽ അത് അന്ന് നന്നായിട്ട് അറിയായിരുന്നു. മലയാളത്തിന്റെ അതേ ഫോളോ ചെയ്യുന്ന ബംഗാൾ ഭാഷ കേട്ടിട്ട് ഒരുപോലില്ല, അവിടെ ചെന്ന് പഠിച്ചാണ്, ERNDCയിൽ ചെന്ന് പഠിച്ചാണ്. അപ്പം അപ്പൊ ഒരു ബഹുമുഖ പ്രതിഭയാണ്, പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുകൂടി. അത് എന്തോ ഒരു രസകരമായിട്ട് തോന്നി ആ കാലത്ത്. അത് അതായത് കൈകൊണ്ട് എഴുതിയ ബംഗാളി വാർത്താ സ്ക്രിപ്റ്റുകള് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം, ഈ ഗ്രാഫിക് സിസ്റ്റം, ഈ അന്ന് അവരെ അവിടെ ഇൻവെന്റ് ചെയ്തെടുത്താണ്. ആ സോഫ്റ്റ്വെയർ എല്ലാം അവിടെ ഡെവലപ്പ് ചെയ്തതാണ് ERNDC, മീഡിയ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ. അപ്പം ആ കമ്പ്യൂട്ടർ സിസ്റ്റം വഴി ഈ ബംഗാളി വാർത്തകൾ വരെ ഞാൻ ഒരു ദിവസം ബംഗാളി വാർത്തയുടെ ആ മെയിൻ ലൈൻസ്, ഹെഡ്ലൈൻസ് ഇതിനകത്തൂടെ ടൈപ്പ് ചെയ്ത് റെഡിയാക്കി വിട്ടു. അന്ന് സംഗീതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലോട്ട് വന്നിട്ടില്ല. കാരണം പിന്നീടാണ് ഞാൻ ഡൽഹിയിൽ പോയതും IHRDയിൽ വരുന്നതും ഡൽഹിയിൽ പോകുന്നതും തിരിച്ചു വന്ന് ട്രാൻസ്ഫറായി വന്നിട്ട് NICയിൽ വന്നതിന് ശേഷമാണ് ഈ രീതിയിലോട്ട് സംഗീതത്തിൽ ഈ രീതിയിലോട്ട് മുന്നോട്ട് പോയത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഡയറക്ടർ IT എന്ന് പറയുന്ന ഡെസിഗ്നേഷനിൽ NICയിലാണ്. അപ്പൊ അതാണ് ഔദ്യോഗികമായ കാര്യങ്ങൾ. അതാണ് അല്ലെ. കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല, തീർച്ചയായിട്ടും. അതെപ്പോൾ സംഭവിച്ചു കല്യാണം? 99 ഡൽഹിയിൽ ഇരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. വൈഫിന്റെ പേര് അമ്പിളി എന്നാണ്, കരുനാഗപ്പള്ളിയിലാണ് അമ്പിളിയുടെ സ്വദേശം. ഞങ്ങളും ബന്ധുക്കളൊക്കെ തന്നെയാണ്. അപ്പം അമ്പിളി ട്രഷറി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥയാണ്, ട്രഷറി ഡയറക്ടറേറ്റ് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. 2 മക്കള്. മൂത്ത ആള് TKMല് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ TCSൽ കഴിഞ്ഞ നവംബർ മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിലുണ്ട്. ഇളയാള് പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. ഈ ജൂണോട് കൂടി അതും കംപ്ലീറ്റ് ആവും. അച്ഛന്റെ പാതയിൽ തന്നെ സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ അതാണ് പാട്ടിന്റെ വഴിയും ഔദ്യോഗിക ജീവിതവും എല്ലാം ഒക്കെ. അപ്പോൾ സാറിന്റെ ഒരു യാത്ര ഇനിയും അങ്ങോട്ട് അല്ലെ, കറക്റ്റ് ആയിട്ട് ആ ഒരു ഇഷ്ടമുള്ള അല്ലെ, നമ്മളെപ്പോഴും അഭിരുചി, പാഷൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സാർ അങ്ങനെ പാഷനും ഈ പറയണക്ക് ടെക്നിക്കലി സാർ ബ്രില്യന്റ് ആണ് അല്ലെ, വളരെ വിദഗ്ധനാണ്. അപ്പം നല്ല നമ്മുടെ ജോലി എന്നുള്ള തരത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നു. കമ്പ്യൂട്ടർ ടെക്നോളജി നമ്മുടെ ഈ മ്യൂസിക് പ്രൊഡക്ഷനിൽ വലിയ രീതിയിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. നമ്മൾ ഒരുപക്ഷെ സാധാരണ ഒരാൾ അറിയുന്നതിനപ്പുറം ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഇപ്പോഴത്തെ യുവതലമുറയെ ശ്രദ്ധിച്ചോണം. എനിക്ക് തോന്നുന്നു സംഗീതമായിട്ട് ഇടപെടുന്ന യുവതലമുറയിലുള്ളവർക്കെല്ലാം അറിയാം. ഡോ എന്ന് വിളിക്കുന്ന തരം സോഫ്റ്റ്വെയറുകളുണ്ട്. അതിലാണ് ഈ മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ ഈ പഠിക്കാൻ സംഗീതത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് പോലും ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സപ്പോർട്ട് വളരെ പെട്ടെന്ന് കിട്ടും. നമുക്കൊരു പെട്ടെന്ന് ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ അതിന് ആ കമ്പോസിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെക്കുന്ന ചില പാരാമീറ്ററുകളുണ്ട്. അതായത് അതിന്റെ ടെമ്പോ എന്താണ്, ടൈംസ്, ആ പാട്ടിന്റെ ടൈം സിഗ്നൽ, ഇതൊക്കെ ഫിക്സ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പോസ് ചെയ്യുന്ന പ്രവൃത്തി എളുപ്പമാക്കാൻ വളരെ പെട്ടെന്ന് അതിന്റെ ലൈബ്രറിയിൽ നിന്ന് ഈ പറഞ്ഞ പാരാമീറ്ററിലുള്ള റിതംസ് അവൈലബിൾ ആണ്. അത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ അതല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്. അവരുടെയൊക്കെ കാലത്ത് ഇപ്പം ഒരു തബലിസ്റ്റും ഒരു ഹാർമോണിയം വാദകനും കൂടെ ഒക്കെ കൂടി ഇരുന്നാൽ
കിട്ടുന്ന ഒരവസ്ഥ ഇവിടെ പെട്ടെന്ന് ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ടെക്നോളജിയിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത് മാത്രമല്ല, ഞാൻ അതിന്റെ വളരെ ചെറിയൊരു കാര്യം പറഞ്ഞത്, അങ്ങനെ ഒരുപാട് മ്യൂസിക് പ്രൊഡക്ഷനിലെ കമ്പ്യൂട്ടർ ടെക്നോളജി വലിയ സ്വാധീനത്തിലാണ്. ഈ പുതിയ മോഡേൺ സംഗീതമുണ്ട്, ഇലക്ട്രോണിക് സംഗീതം, റഹ്മാനൊക്കെ കൈകാര്യം ചെയ്യുന്ന ആ തരത്തിലുള്ള ആ സംഗീതവും പഴയ ഒരു ഓർക്കസ്ട്ര ബേസ്ഡ് എല്ലാ സംഗീതജ്ഞരും ഒരുമിച്ചിരുന്ന് റിഹേഴ്സൽ ചെയ്ത് അങ്ങനെയുള്ള സംഗീതം തമ്മിൽ അതിന്റെ ഒരു വ്യത്യാസം സാറിന് എന്താ വ്യത്യാസം? ഞാൻ സ്വയം മനസ്സിലാക്കുന്നതിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞ തങ്കരാജ് സാറുമായിട്ട് നേരിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കാരണം പുള്ളി ഇത് രണ്ടിലും നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞത് തന്നെയാണ് എൻ്റെ അക്കാര്യത്തിലുള്ള അഭിപ്രായം. പുള്ളി പറയുന്നത് ഒരു 25-30ഓളം കലാകാരന്മാര് ഒരുമിച്ച് അവരുടെ മനസ്സിലല്ല ഒരു പാട്ട്, എന്നിട്ട് ടീം വർക്ക് അവരവരുടെ പോർഷനിൽ ഇന്റലിജന്റ് ആയിട്ട് ആ പാട്ട് അപ്പൊ തന്നെ ലൈവായിട്ട് അത് അവര് പ്ലേ ചെയ്യുന്നു, ഗായകൻ പാടുന്നു, എല്ലാവരും അവരവരുടെ അതിനകത്തുണ്ടാകുന്ന ഒരു അനുഭവം വേറെ. മറ്റേത് ചായയും കുടിച്ച് ആരും വേണ്ട, ഒരു കീബോർഡിസ്റ്റ് ഒറ്റയ്ക്കിരുന്നും പാട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മറ്റേന്ന് പറയുന്ന ആ മൈൻഡുകൾ തമ്മിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് അതൊരു ഭയങ്കര അനുഭവം തന്നെയാണെന്നാണ് അദ്ദേഹത്തിന്റെ. തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിനകത്തുള്ള ഒരു കാര്യം. പിന്നെ സൗകര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യത്തിനകത്ത് മാറ്റം ഉണ്ടല്ലോ, മാറ്റത്തിന് മാത്രമാണല്ലോ മാറ്റം ഇല്ലാതിരിക്കും. അല്ല, ഇപ്പോഴത്തെ ഈ സംഗീതം ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആള് വന്ന ഒരു ട്രാക്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് വായിച്ചിട്ടുണ്ട് പോകുന്നു, പുള്ളിക്ക് അറിയില്ല എന്ത് പാട്ടാ വരാൻ പോകുന്നത്, എന്തൊക്കെയോ പാടാൻ പുള്ളി എടുത്ത് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ പുള്ളി വായിച്ച സാധനം വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഇൻസ്ട്രുമെന്റ് പോലും അല്ലാതാക്കി നാളെ കേൾപ്പിക്കും. അത് ബാക്കി ടെക്നോളജി വെച്ച് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. മറ്റ് എത്രയോ ഹൃദയങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ്. അപ്പൊ തങ്കരാജ് സാർ പറഞ്ഞ ഒരു രസകരമായ ഒരു കാര്യം, അതിന്റെ മറ്റൊരു വശം, അതായത് ഇളയരാജയുടെ ഒക്കെ റെക്കോർഡിങ്ങിൽ നടന്ന ഒരു കാര്യം, അതായത് അദ്ദേഹത്തിന് പേടിച്ച് തന്നെ ഇവരെല്ലാരും നിന്ന് ഒരുമിച്ച് വായിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ചെറിയതായിട്ട് പെട്ടെന്ന് തെറ്റിച്ചു പോയി, ടെൻഷൻ കാരണം ഒന്ന് തെറ്റാ, വീണ്ടും ഫുള്ള് റീടേക്ക്. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇവിടെ അവോയ്ഡ് ആകുന്നു. എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ടെങ്കിലും മറ്റേതിനും ഗുണം മാത്രമേ ഉള്ളൂ. എന്താ പറയുന്നത്, അത് ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് എല്ലാവരും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോ അത് തരുന്ന ഒരു വലിയൊരു കാര്യമാണ്. ഓക്കെ ഓക്കെ. ഓ സാർ, എല്ലാവിധ ആശംസകളും. എന്തായാലും കുറെ സമയം നമ്മൾ ചെലവിട്ട് അത് വെറുത്തായിരുന്നു. എനിക്കൊന്ന് വളരെ ഹൃദയം തുറന്ന് സംസാരിക്കാനും സാധിച്ചു. വളരെ കാലത്തിന് ശേഷം സാറിനെ കാണാൻ സാധിച്ചു. എനിക്ക് അത് തന്നെയാണ്. ബോണിയെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഒരിക്കൽ എന്നോ ഒരു വഴി വെച്ചെന്നോ ഒന്ന് കണ്ടിരുന്നു. അല്ല, എന്റെ ഒരു പൊടിമീശ കാലത്ത് +2 ഇപ്പോഴത്തെ, അതിനുശേഷം ഇടയ്ക്ക് ഇപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും വർഷങ്ങൾക്ക് ശേഷം നമ്മളെ ഒരുമിച്ച് ഇങ്ങനെ ഒന്ന് ഇരിക്കാനും സംസാരിക്കാനും കഴിഞ്ഞത് വലിയ സന്തോഷം. അത് ഇപ്പൊ കാണുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാർ ഒരു മ്യൂസിക് ഡയറക്ടറും പാട്ടുകാരനും ഒക്കെ ആയി മാറി. സത്യത്തിൽ ഞാനിപ്പോ ഇന്നാണ് അറിയുന്നത്. അപ്പം എന്തായാലും നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ, എല്ലാവരും ആശംസകളും. ഓക്കെ, താങ്ക് യു.